നമസ്കാരം. ഇന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരവൻ മൂഡിലുള്ള ഒരു വണ്ടി കിട്ടാണ്. അതായത് TN വണ്ടിയാണ്. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ, അപ്പൊ നമ്മൾ എന്തൊക്കെ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്, അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഇതിനകത്ത് ടോപ്പ് ലൈറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 10 ചാനലിന്റെ ചേസർ കാര്യങ്ങൾ വെച്ച് നിയോൺ സെപ്പറേറ്റ് സ്വിച്ചും അതേമാതിരി സെൻട്രലിലെ ലൈറ്റ്, അത് ട്യൂബ് ടൈപ്പ് ലൈറ്റ് സെപ്പറേറ്റ് സ്വിച്ചും അതിന് സെപ്പറേറ്റ് ചേസർ, അതായത് 2 ചേസറും വെച്ചിട്ടാണ് ആ ലൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ വർക്കിംഗ് വീഡിയോ കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. പിന്നെ ഫ്രണ്ട് കിറ്റ്, അതായത് ഇത് BS6 മോഡൽ വണ്ടിയാണ്, 2020 മോഡല് പ്രൈവറ്റ് വണ്ടിയാണ്. ഫുള്ള് ജോഷിന്ന് പണി കഴിഞ്ഞിട്ട് ഇറങ്ങിയ വണ്ടിയാണ്. അപ്പൊ ഇപ്പോഴല്ല, ഒരു 2 വർഷം, ഒരു 1.5 കൊല്ലമൊക്കെ മുമ്പ് ജോഷിന്ന് പണി കഴിഞ്ഞിറങ്ങി. അവര് ഇപ്പൊ ഈ പാർട്ടി വണ്ടി എടുത്തിട്ട് അധികം ആയിട്ടില്ല. അവരെടുത്തു, നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ അടുത്ത് കുറെ നാളായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കെയർ ഓഫ് ആയതുകൊണ്ടും കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ കിറ്റ് കാര്യങ്ങൾ ചെയ്തത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ സാധാരണക്കാർക്ക് നമുക്ക് ചെയ്യാൻ, നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കിറ്റും ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഏകദേശം ഒരു 30,000-35,000 രൂപ ആ റേഞ്ചൊക്കെ നമുക്ക് അതിനകത്ത് വരും. പിന്നീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ പുതുമയുടെ ബേസിലാണ് ആ എമൗണ്ട് വരുന്നത്. കുറച്ചും കൂടിയൊക്കെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് പീസുകൾ കാര്യങ്ങളായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ സെപ്പറേറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ ഇതിനകത്ത് 5 അലൈവിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 5 അലൈവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെഡീസിന് ഇട്ട ആ പുതിയ മോഡലിൽ ഇട്ടാണ് ആ ടൈപ്പ് തന്നെയാണ് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന് ഏകദേശം നമുക്കൊരു 38,000 രൂപ 5 പീസിന് നമുക്ക് കോസ്റ്റ് വരുന്നതാണ്. അതായത് വണ്ടിയിൽ ഇട്ട് തരുന്ന കോസ്റ്റാണ് 38,000 രൂപ. അതിലിപ്പോൾ നമ്മൾക്ക് ബജാജ് കാർഡ് നിന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങൾ നിന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് സാധാരണക്കാർക്ക് അടവ് കിട്ടാൻ ആവശ്യങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിനകത്തൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.